ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് വെച്ച് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അത് തോനെ വിളഞ്ഞ കരിക്ക് വേണ്ട, നമുക്ക് വിളവ് കുറഞ്ഞ കരിക്കാണ് നല്ലത്. കട്ടിയുള്ള കരിക്കാകുമ്പം അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. കട്ടി കുറഞ്ഞ കരിക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതിന് ശേഷം വേണ്ടുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. ഒരു പാൻ വെച്ച് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് നല്ലതുപോലെ വേവട്ടെ. എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് വേണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം വേറൊരു പാനിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ച കരിക്ക് മാറ്റാം. എന്നിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ വേറെ ഏത് എണ്ണ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൽ പച്ചമുളക്, ചെറിയ ഉള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അതിനുശേഷം അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി നമുക്ക് അതിനകത്തോട്ട് ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ആകുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു പ്രത്യേക മണമാണ്. അത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കരിക്കൊഴിച്ച് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒന്നും കൂടെ വേവിക്കണം. വെന്ത് വരുമ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കരിക്ക് വെച്ച് സ്റ്റൂ. ഇനി നമുക്കതിനകത്തോട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമുക്കിടാം. ഒഴിച്ച് അത് നല്ല ക്രീമി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ കട്ടി വേണ്ടുന്നവർക്കാണെങ്കിൽ നമുക്ക് കട്ടിക്ക് എടുക്കാം. അതല്ല അല്പം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ച് ലൂസാക്കി നല്ല കുഴമ്പ് രൂപത്തിലുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ നമുക്ക് സ്റ്റൂ ആയിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. അതിനകത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു എരിവും മധുരവും നല്ല ക്രീമി ആയിട്ടുള്ളതുമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ഒരിച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് കരിക്കും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ആ അപ്പം തിന്നുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ. ഇത് അപ്പത്തിൻ്റെ കൂടെ ദാണ്ട സ്റ്റൂ ഒഴിച്ച് നല്ല ടേസ്റ്റാണ്. ഗൈസ്, ദാണ്ട ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പവും സ്റ്റൂവും കരിക്കും സ്റ്റൂവും. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാണ് ചുമ്മാ അറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. ആ കരിക്കിൻ്റെ ആയാലും അണ്ടിപ്പരിപ്പിൻ്റെയും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ചുമ്മാ ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവർക്കും ബൈ.